യുവി അതൊന്നും ചെയ്യല്ലേ വാവേ. എന്താണ് ഇവിടെ കുറെ നേരമായല്ലോ കിച്ചണില്. അതെ, കൊറേ നേരമായിട്ടോ കിച്ചണില്. ഇന്ന് സാധാരണ പോലെ നമ്മളൊരു വീഡിയോ അല്ല ചെയ്യുന്നത്, ഇന്നൊരു വ്ളോഗാണ്. കുറെ ദിവസമായി വിചാരിക്കുന്നു വ്ളോഗ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് എന്ത് ചെയ്തെന്നറിയോ? ഇന്ന് നമ്മളൊരു ക്ലീനിങ് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച്. നമ്മുടെ വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കണം. ഒന്ന് കാണിച്ചു. ഇതിന് കിച്ചണിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഞാൻ അതൊക്കെ സോപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ദിവസം നല്ല തിരക്കിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഇന്നലെ വീട്ടിലില്ലായിരുന്നു, 2 ദിവസം മുമ്പ് പിന്നെയും വീട്ടിലില്ലായിരുന്നു അല്ലേ ദിനേട്ടാ? അതിനുശേഷം പിന്നെയും വീട്ടിലില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പിള്ളേരുടെ കാര്യങ്ങളും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ക്ലീനിങ് വ്ളോഗ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ വ്ളോഗ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് അല്ലേ ദിനേട്ടാ? പക്ഷെ നമുക്ക് എന്തൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലിവി എഴുന്നേക്കും, അവളുടെ കാര്യം, അവളുടെ ഫുഡ് അല്ലേ, അങ്ങനെ അപ്പൊ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. യെസ്. അപ്പൊ ഇന്ന് നമുക്കൊരു ക്ലീനിങ് വ്ളോഗ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഒരുപാട് പേര് ചോദിച്ച കുറെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പൊ ഇതും ക്ലീൻ ചെയ്യണം. കണ്ടോ, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ ആവുമ്പോ ബുദ്ധിമുട്ടാവോ, എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പൊ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കാണാം കേട്ടോ. വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ആദ്യം ശരിക്കും സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് സമാധാനം തോന്നുന്നു. ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ, ഒന്നും തന്നെ ക്ലീൻ ചെയ്യാൻ സമയത്തിന് പറ്റുന്നില്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റൗവിൽ ഏകദേശം സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗ അപ്പൊ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. നമുക്ക് അവിടെ മെയ്ഡ് ഉണ്ടാവുമ്പോൾ നല്ല സുഖമായിരുന്നു, അവര് എല്ലാം സോപ്പിട്ട് വൃത്തിയാക്കി എടുക്കും. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. ആണല്ലേ, അവിടെ സുഖമായിരുന്നു അല്ലേ? ഒരുപാട് പേരുണ്ട്, വേണ്ട നിനക്ക് മേഡ്സ് ഉണ്ടായിരുന്നു. എന്ത് സുഖമായിരുന്നു അറിയോ? ഇപ്പൊ നമുക്ക് അങ്ങനെ ആരെയും കിട്ടുന്നില്ലേ. എന്താണ് അതിന്റെ ഇടയ്ക്ക് ഇതാ ഇത് എന്താണ്? സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഈ ഇവിടുത്തെ കറയായി കഴിഞ്ഞാല് ക്ലീൻ ചെയ്യാൻ പറ്റുമോ, എന്താണ് അവസ്ഥ, ഒന്ന് പറഞ്ഞു തരണം. കാരണം വൈറ്റ് ഇടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. സോപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ട് തുണി കൊണ്ട് വൈപ്പ് ഓഫ് ചെയ്താണ്. ഇനി നമുക്ക് ഇതാണ്ടോ, ഈ കറ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിച്ചത്. അത് സ്റ്റീം ആണല്ലോ. അത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ക്യാമറയില്? ഉണ്ടോ? ആണ്. എന്നാൽ അതിൽ നിറച്ചും ഈ കുട്ടികൾ ഓരോന്ന് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് നോക്കാം. ഇത് പുതിയ സ്ക്രബാണ്, അതിന്റെ സ്പോഞ്ച് സൈഡ് മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ, ഇച്ചിരി സോപ്പാക്കിയിട്ടുണ്ട്. ഇത് ലാമിനേറ്റഡ് അല്ലേ, അങ്ങനെ തന്നെ വരുന്നതല്ലേ? അപ്പൊ ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ചാൽ മതി, ചിലത് പോകില്ല തുണിയില്ല. കണ്ടോ അതൊന്നും? ഓക്കെ, കണ്ടോ പോകുന്നത്? ബോർഡിന് പ്രോബ്ലം വരില്ല. അതെ, അവര് ചിലപ്പോ ക്യാമറയിൽ അറിയണ്ടാവില്ല. ഇതിപ്പോ ഒരു ഭയങ്കര ഒരു ഡൾ ഷെയ്ഡ് ആയിട്ടുണ്ടേ, അത് മാറിയിട്ട് നല്ല വൈറ്റ് ആയിട്ട് മാറും. നിലത്ത് സോപ്പായാലും കുഴപ്പമില്ല. യുവി അങ്ങനെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങൾ. ഓക്കെ, വെള്ളം ആക്കിയിട്ടും ഓട്സ് ഒക്കെ ഇവിടെ അങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കഴുകി കളയാൻ പറ്റും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നെയിലുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ കളർ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ? ഇത് നല്ല വൈറ്റ് ആണ്. ഓക്കെ, സോ ഈ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഇത് ലാമിനേറ്റഡ് ഷീറ്റ് ആണ്, സോ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് വൈറ്റ് ഇടുന്ന ആൾക്കാർ ഇട്ടു. കിച്ചൺ ഒരുവിധം സെറ്റ് ആകുമ്പോൾ തന്നെ എനർജി പോയി. അതിന്റെ ഇടയ്ക്ക് ദിനവട്ടം പിള്ളേർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയ സ്ഥലം ഇതാണ്ട. ഇതൊരു ഭാഗത്ത്, അതൊരു ഭാഗത്ത്. ഇവിടെ ഞാൻ മുഴുവൻ സോപ്പിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഈ സംഭവത്തിൽ മുഴുവൻ പിള്ളേർ കരിയൊക്കെ വെച്ച് തേച്ചിട്ട് ഇത് മുഴുവൻ ഞാൻ സോപ്പൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തു. പിന്നെ ഫ്രിഡ്ജ് കണ്ട, അതും അങ്ങനെ ആക്കി. ഇതിൽ ഒരു സ്ഥലത്ത് പോലും ഇനി എന്താക്കി പോരുത്, ഒരു ഡസ്റ്റ് ഒരു സാധനം ആക്കി പോരുത്. ഇത് മുഴുവൻ ഇതിനായിട്ട് ക്ലീൻ ചെയ്തേക്കണം, മനസ്സിലായോ? ഇവിടെ ഞാൻ വൃത്തിക്കിട്ടിട്ട് പോയതാണ് ഗൈസ്. അതിന്റെ ഇടയ്ക്ക് അടിച്ചു വാരി. ഇത് ഹേവുകൂടിന്റെ പരിപാടി. എനിക്ക് ടോയ്സ് ഇട്ട് കഴിയാൻ വേണ്ടി എടുത്ത കാർഡ്ബോർഡ് ബോക്സാണ്. എനിക്കറിയില്ല, തൽക്കാലം ഞാൻ ഇതിൽ തന്നെ വെക്കാം. കാരണം ഇനിയെ ഒരെണ്ണം കണ്ടുപിടിച്ചാക്കുമ്പോഴത്തേക്കും സമയം അങ്ങോട്ട് പോകും.
ഇതൊക്കെ നമ്മുടെ യുവി കുട്ടിയുടെ ടോയ്സാ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് മാറ്റണം. ഈ സാധനം രണ്ടും മാറ്റണം. തൽക്കാലം ഞാൻ ഒരു വിധം സെറ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കുകയാണ്. അവിടെ 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അത് വലിച്ചു നോക്കും. ഇതാ എൻ്റെ ഇടയ്ക്ക് ഇതാ ഇതിന് വേണ്ട പണി സാമഗ്രികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ഹേവ് കൂട്ടം കൊണ്ടുവന്ന അത് ഇതാണ്. ഹേവു ബാഗ് എടുത്ത് വയ്ക്കേ, വാ ബാഗ് എടുത്ത് വയ്ക്ക്. യുവിന്റെ ടെഡി ബെയർ എടുത്ത് വെച്ചോ. അപ്പൊ അത് അവൻ കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കണം സമയമായതുകൊണ്ടാണ് അവനെ കൊണ്ട് അധികം പണി പറയാത്ത. അതിലെല്ലാം ചെയ്തു തരും. പിന്നെ എൻ്റെ ക്ലീനിങ് പാർട്ട്ണർ ഉണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടിക്കൽ മാത്രമാണ് എൻ്റെ ജോലി. തുടക്കലൊക്കെ ദിനൂസാൻ ചെയ്യുക. എല്ലാം കൂടി എന്നെ കൊണ്ടാവില്ല അല്ലേ? അല്ല ആവില്ല എന്നല്ല, ദിനമാണ് സങ്കടം വരും. അയ്യോ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തു. ഇത് ഹേവ് കൂട്ടാ പെൻസിൽ മാറ്റിക്കോ. പാവന്റെ കുട്ടി പെൻസിൽ. യെസ്. അപ്പൊ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ പിള്ളേരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്താൽ കൂടെ പോയി. അപ്പൊ പിന്നെ ഞാൻ നല്ല റിസ്ക് ഉണ്ട്. ബാറ്റും എടുത്തോണ്ട് പോയി. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത്. ഇത് എന്താണെന്നറിയാം, ഇത് നെയിൽ പോളിഷ് എന്തോ ആയതാണ് കേട്ടോ സംഭവം. അത് തൽക്കാലം ഞാൻ സോപ്പിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരണം നമുക്ക്. പിന്നെ ബെഡ്റൂം ഒക്കെ ഒന്ന് മാറിക്കേ. സത്യം പറഞ്ഞതിന്റെ അത് ലോക്ക് ആവശ്യമാണ്. നമ്മൾ ഓരോരോ സാധനങ്ങൾ ഒന്ന് വലിച്ചിടുന്നേ. अब जाइए ना. ഓക്കെ ഗുഡ് ബോയ്. ഓക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും രാവിലെ, അതുകൊണ്ട് വലിയ പണിയില്ല. ഹലോ, അടിച്ച് പകുതിയാക്കിയ സാധനമാണെങ്കിൽ അയ്യോ ഇത് ചെയ്യണ്ട കേട്ടോ. ആരുമ യുവിക്ക് ഫുഡ് തരാം. ഇത് കഴിഞ്ഞിട്ട് യുവിക്ക് ഞാനൊന്ന് ഫുഡ് കൊടുക്കാൻ പോകും. ആ സമയം തുടയ്ക്കാണ്. അങ്ങനെ ക്ലീൻ ചെയ്ത് ഏകദേശം പകുതി ആകുമ്പോഴത്തേക്ക് നല്ലൊരു മഴ വന്നു കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഇവിടെ നല്ല മഴ കാണാൻ പറ്റുമേ. ഈ ഹാളിൽ നിന്നുള്ള നല്ലൊരു വ്യൂ കിട്ടും മഴയുടെ. പിന്നെ ആ പരാബോളയെന്ന്, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ ബെഡ്റൂം എന്ന്, ഇത് ഡൈനിങ് ടേബിളിന്റെ പുറകിലുള്ള ഏരിയ, പിന്നെ ലിവിങ്. ഇത്രയും ഏരിയ നമുക്ക് മഴ കാണാൻ പറ്റും കേട്ടോ. എന്താ പരിപാടി? മഴ എടുക്കാണ്. നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് മഴ അല്ലേ കിട്ടുന്ന സ്ഥലങ്ങളാണ്. മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ മഴ കാണുന്ന സ്ഥലങ്ങളിൽ കിട്ടി നന്നായിട്ട്. ആണല്ലേ? യെസ്, തീർന്നില്ലടാ. ഞാൻ എവിടെ പോയാലും നീ ക്യാമറ പിടിച്ച് എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഞാൻ എന്താണെന്നറിയോ, ഇന്ന് സൺഡേ അല്ലേ? അപ്പൊ സൺഡേ ഡെലിബറേറ്റ്ലി എനിക്കൊരു പണി വന്ന് പെട്ടതാണ് അല്ലടാ. ഞാൻ വലിയ കുക്കായിട്ടൊന്നല്ല കേട്ടോ. പോയാലോ റെയിനിലേക്ക്? കേവന്റെ റെയിൻകോട്ട് എടുത്തിട്ട് യുവിക്ക് ഫുഡ് കൊടുത്ത അറിയില്ലേ, ഞാനൊന്ന് കുളിച്ചു, അവളെയും കുളിപ്പിക്കേണ്ട വന്നു. അപ്പൊ ഇനി വിളക്ക് ക്ലീൻ ചെയ്യലാണ്. ഇവിടെ എല്ലാ പണി ഓർഡറിലൊന്നല്ല കേട്ടോ നടക്കുന്നത്. ഈ പിള്ളേർ എനിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനിടം തുടക്കുകയൊക്കെ ചെയ്തു. കാരണം അല്ലെങ്കിൽ പിന്നെ പിള്ളേർ ഓടിക്കളിച്ച് വീണൊരു വിധാവും. അപ്പൊ ആദ്യം നന്നായിട്ട് കരിയായിരുന്നു കേട്ടോ. ഇതില് നല്ല പോലെ കരിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നല്ലൊരു അടിപൊളി മഴയാണ് കിട്ടിയത്. സൂപ്പർ മഴ. നീ എന്താ മഴവെള്ളം കുടിക്കുക? അയ്യേ എഴുന്നേറ്റ്. നല്ല കരി പിടിച്ചു കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണേ. അപ്പൊ നമ്മള് ഓരോ സമയം പുതിയ എടുക്കും, വിളക്ക് തുടയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആ ഡസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു പൗഡർ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാം. അതിനു മുമ്പ് സോപ്പിട്ട് കഴുകില്ലെങ്കിൽ ഇത് വൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര കരിയുണ്ട്. യുവിന്റെ മുടി ഞാൻ കെട്ടിക്കൊടുത്തിട്ട് വരാം.
ഞങ്ങൾക്ക് മുടിയൊക്കെ വളർന്നു ഗൈസ്. ഞങ്ങള് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവളുടെ ബർത്ത്ഡേ ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണല്ലോ. പിന്നെ അന്നേരം മുട്ടക്കുട്ടി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിറച്ച എണ്ണയൊക്കെ ഇട്ട് ഒന്ന് കുളിപ്പിച്ചാണല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നാണ് ഇതിന്റെ ഇടയ്ക്ക്. യുവിനെ മസാജ് ചെയ്തു, യുവിനെ കുളിപ്പിച്ചു, യുവിക്ക് വെള്ളം കൊടുത്തു, യുവിക്ക് ഇച്ചിരി ഓട്സ് കൊടുത്തു. എന്നിട്ട് അവളെ നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും ഇരുത്തിയ ശേഷം നമുക്ക് അടുത്ത പണിക്കണം. ഒക്കെ നമ്മള് എന്താ ഹൗസേ? ഓ അതിനിപ്പോ എന്താ, ഇപ്പൊ തരാം. ഓക്കെ. യുവിനെ ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ഇത് വെച്ച് കഴിച്ചു. ഓക്കെ. ഇത് മൊത്തം ഡസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. നമ്മളിങ്ങനെ കാണുമ്പോ ഇതുണ്ടോ നിലവിളക്കിലൊക്കെ പൊടി പാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സ്പീഡ് ചെയ്യണം. യുവി ഏത് നിമിഷവും വിളിക്കും, മമ്മീ അമ്മേന്നാ വിളിക്കുക. യുവി അങ്ങനെ പാവ, അമ്മാ അമ്മാ. അതാ പറഞ്ഞു നാവെടുത്തില്ല, എന്റെ കുട്ടി വിളിച്ചു. ഇനി ഞാന് ഹേവോ കണ്ടോ. ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുക ചെയ്തതെന്നറിയാം. ഒരുപാട് ദിവസമായി വിചാരിക്കും ക്ലീൻ ചെയ്യണം. ഓക്കെ, റെഡി ആയി ഗായ്സ്. അപ്പൊ ഇത് റെഡിയാണ് കേട്ടോ യുവി. അപ്പൊ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞേ. ബുദ്ധൻ ഇസ് ഓക്കെ. യുവി കുട്ടി കുളിച്ചില്ലേ? അതുപോലെ നമുക്ക് ബുദ്ധനെ ക്ലീൻ ചെയ്യണ്ടേ, പാവല്ലേ. യുവിക്ക് ഫുഡ് കൊടുത്തൊരു സ്ഥലത്ത് ഇരുട്ടാണല്ലേ ഒരമ്മയുടെ അവസ്ഥ. എനിക്ക് എന്റെ ഉമ്മ ഇപ്പൊ വരാം. ഇതാണ്, ഇത് മുഴുവൻ പൊടിയാണ്. സോഫ പിന്നെ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കുന്നുണ്ട്. പറ്റുമ്പോ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാൻ സോഫ ഒക്കെ ക്ലീൻ ചെയ്തതാണ്. അതിന്റെ ഇതുണ്ടോ, ഇതിൽ മാറും മുത്തേ, ഡസ്റ്റ് കുഞ്ഞിന്റെ മേത്താവും. മാറാ. ഇതിന്റെ ഇടയ്ക്കൊക്കെയാണ് ഫുൾ ഡസ്റ്റ് ഉണ്ടാകുക. അത് കുറെ ടൈം എടുത്ത് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഇതില് ഇവിടെയൊക്കെ മാറാല് വന്നു തുടങ്ങി. ഹേവു, നിന്റെ ലെഗോ ഇതാ കാണാനില്ല എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്. എന്നാ ഒരെണ്ണം കൂടി താഴെ കിടക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെയാണ് ഡസ്റ്റ് ഇങ്ങനെ പറ്റുന്നത്. ഇതൊരു ചെറിയൊരു പാടനെയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ബ്രേക്സ് ഉണ്ടാകുമ്പോഴേ നമുക്ക് നല്ല റിസ്ക്കാ. ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇത് ബ്രഷ് എടുത്ത് പോവും. ബ്രഷ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും പിള്ളേർ പുറമെ വരും. അതുകൊണ്ട് നമ്മൾ റെഡി. ഇതൊക്കെ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സംഭവമാണ് ഇതൊക്കെ. ചെറിയ ചെറിയ ഗ്യാപ്സ്. ഇതോ ഡോറിന്റെ വർക്കും കഴിഞ്ഞു. ഇതിലൊക്കെ എന്താണെന്നറിയാം, മാറാലയാണ് മെയിനായിട്ട് പറ്റി നിൽക്കുന്നത്. അയ്യോ, ഇതിന്റെ ഇടയ്ക്കുണ്ട്. മേലെയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഇന്നത്തെ ഇന്ധനം തീർന്നു ഗൈസ്. അതുകൊണ്ട് താഴെ നമ്മൾ ക്ലീൻ ചെയ്തു, ഇതും ചെയ്ത് നമ്മൾ ഈ പരിപാടി കൊണ്ട് നിർത്താണ്. അല്ലെങ്കിൽ ഈ വീട് ക്ലീൻ ചെയ്യാം, വീട്ടിലെ പണി എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ അത് മാത്രല്ല, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പിള്ളേരെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അതാ ഒരാൾ കേറി വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ. ഇതിന്റെ താഴെ ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ഇവിടെ ഒക്കെ ക്ലീൻഡ് ആണ്ടോ, വേണേ കാണിച്ചു തരാം. ഇവിടെ ഒക്കെ നമ്മള് തുടച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്. അതിന്റെ ഇടയ്ക്ക് യൂയി വന്ന് പിന്നെയും എന്താ തിരികൊണ്ടിട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ക്ലീൻ. ഏവക്കുള്ള സ്റ്റഡി ഏരിയ ക്ലീൻ ചെയ്യാണ്ട്. ഇവിടെ നമുക്ക് ഒരു ലോഡ് പണിയുണ്ട്, എണ്ണയൊക്കെ ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ള എല്ലാ വർക്കും നമുക്ക് എന്ത് ചെയ്യാം. പുറത്ത് മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവൾ ഇനിയും വലിച്ചിടും. അതുകൊണ്ട് ഗായ്സ് ഇന്നത്തെ ഈ ക്ലീനിങ് വ്ളോഗ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ആദ്യമായിട്ടാണ് ക്ലീനിങ് വ്ളോഗ് ചെയ്യുന്നത്. മിസ്റ്റേക്സ് ഉണ്ടാവും എന്നറിയാം. നിങ്ങളത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്നാ പിന്നെ ബൈ. ഒരു ബൈ പറ. ഇതാണ് അവസ്ഥ കണ്ടോ. ഇവിടെ ഇതിൽ എണ്ണ മറിച്ചു. എന്താ എണ്ണ മുഴുവൻ എന്താ ഡ്രസ്സിലൊക്കെ മറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇവളെ സെറ്റ് ആക്കണം. പിടിക്കേ. അപ്പൊ ഞാൻ എന്റെ ബാക്കി പരിപാടികളൊക്കെ നിർത്താൻ വേണം. അതിന്റെ ഇടയ്ക്ക് ഇതെടുക്കുന്നു, അതെടുക്കുന്നു,
കുട്ടി ആകെ വയലന്റ് ആയിട്ട്. ഇനി ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇനി അമ്മയും കൂടെ വയലന്റ് ആവാണ്ട് അവള് നോക്കണല്ലേ. ഞാൻ വയലന്റ് ആകുന്നതിന് ബ്ലോഗ് നിർത്തുകയാണ്. നോക്കേ